എൻ്റേത് ഇഗ്നിസിൻ്റെ ഓട്ടോമാറ്റിക് സീറ്റായിരുന്നു. ഇതിപ്പം ഓട്ടോമാറ്റിക് ആൽഫയാണ്, ടോപ്പിൻ്റെ വേരിയൻ്റാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. പിന്നെ ഓർഡറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബിജു. ഓക്കെ. മോനും കയറിയിരുന്നോ? നേരത്തെ വണ്ടി നേരത്തെ എനിക്ക് വാഗണാറായിരുന്നു. വാഗണാറിനകത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് മാറിയതിന് ശേഷം എന്തൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇഗ്നിസ് ഇഗ്നിസ് വന്നേ പിന്നെ നമുക്ക് നല്ല കംഫർട്ടുണ്ട്, യാത്ര സുഖമുണ്ട്. അത് വാഗണാറിനെ അപേക്ഷിച്ച് നല്ല മൈലേജും ഇതിന് കിട്ടുന്നുണ്ട്. അതെനിക്കുണ്ട്. മൈലേജ് എനിക്ക് 17 സിറ്റിയിൽ 17-18 കിട്ടുന്നുണ്ട്. പിന്നെ ലോങ് ആണ് 22+ വരെ കിട്ടുന്നുണ്ട്. എനിക്കും അത് റിയൽ ഫിലായതായിട്ട് കിട്ടുന്നു. പിന്നെ ഹൈറ്റ് ഏകദേശം വാഗണാർ ഇതൊക്കെ സീറ്റ് അത്യാവശ്യം ബൈക്ക് നല്ല കംഫർട്ടാണ് ഇരിക്കാൻ. ടോപ്പിൻ്റെ വന്നപ്പോഴത്തേക്ക് പ്രൊജക്ട് ലാമ്പ് DRL-ഉണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറയുണ്ട്. പിന്നെ ഡോർ ലൈറ്റും ഉണ്ട്. ഫ്രണ്ടിന് ഡോർ ലൈറ്റ് ഉണ്ട്. ഇത് എടുത്ത മോഡൽ ഇത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉള്ളതാണോ? അത്യാവശ്യം കയറ്റി തരുമ്പോൾ ബ്രേക്ക് കാലെടുക്കുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ്. എൻ്റേത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത സമയത്ത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ലായിരുന്നു. ബ്രേക്കിന് കാലെടുക്കുമ്പോൾ നേരെ പുറകോട്ടുള്ളൂ. പിൻസിലോട്ടുള്ള ഒരു വരവ്. എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തത്? വേറെ ഏതൊക്കെ വണ്ടികൾ നോക്കിയിട്ടുണ്ട്? വേറെ പല വേരിയൻ്റ് നോക്കിയായിരുന്നു. ഇതാണ് ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയത്. എനിക്കും കുറച്ച് ബെനിഫിറ്റ് തോന്നുന്നത് സ്വിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. പിന്നെ മൈലേജും 1.2 ലിറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോഴത്തേക്കും പെർഫോമൻസ് എല്ലാം നല്ല കുറച്ചൊരു സ്പോർട്ടി ആ ഒരു എനിക്ക് തോന്നുന്നത് റിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. റിറ്റ്സിൻ്റെ ഒരു സെയിം റിറ്റ്സിനെ അകത്തോട്ട് കുതഞ്ഞ് വെട്ടി വെച്ചോലെ ഇത് ബാക്കിലോട്ട്. പിന്നെ ലോങ് എവിടം വരെയൊക്കെ പോയിട്ടുണ്ട്? കുട്ടിക്കാനം പോയിട്ടുണ്ട്. ഗുരുവായൂർ. എനിക്ക് ഗുരുവായൂർ പോയ സമയത്ത് 20-22 ആ റേഞ്ചിൽ മൈലേജ് കിട്ടിയായിരുന്നു. ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി? ഇപ്പോൾ 27,000 കിലോമീറ്റർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമായിരുന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ എന്ന് തോന്നി എന്തെങ്കിലും ഫീച്ചേഴ്സ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഹൈറ്റ് എന്നെ അപേക്ഷിച്ചത് കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഹൈറ്റിൻ്റെ അതെ വാഗണാറിന് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. പൊടിക്കൂടുണ്ട്. പക്ഷെ അതിപ്പോൾ കോർണറിങ് അതുകൊണ്ടുള്ള നമ്മൾ കുറച്ചൊന്ന് വീശി എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻറ്റ് ഹൈറ്റിനെയും ഇതായി കഴിഞ്ഞിട്ട് അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇത് പെർഫെക്റ്റ് ഡിസൈൻ ആ ഒരു കാര്യത്തിൽ. കാരണം അടിവശം അത്യാവശ്യം ഇതായിട്ടൊന്ന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് കുറച്ചൊരു നാരോ ആയിട്ടുള്ള ഇതായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് ഭയങ്കര സ്മൂത്തായിട്ട് കോമ്പാക്ട് ഡിസൈൻ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ബൊലിനോ തൊട്ട് മേലോട്ട് വരുന്ന വണ്ടികളൊക്കെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, പാർക്ക് ചെയ്യാനും കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഒരുപ്പെട്ട വഴിയിൽ അടി തട്ടിയിട്ട് അങ്ങനത്തെ ഉള്ള അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. എനിക്ക് ഒരുപ്പെട്ട മോശപ്പെട്ട വഴിക്ക് അത്ര പോയിട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. കളർ എങ്ങനെ ഇത് തിരഞ്ഞെടുത്ത? ഇത് കളറ് ഈ ഷോറിൻ്റെ ഇതിൻ്റെ വീഡിയോസ് അങ്ങനെ ഇതെല്ലാം അല്ല, നേരെ ഷോറൂമിൽ പോയപ്പോഴത്തേക്ക് ഷോറൂമിൽ പോയി പിന്നെ ഇവൻ്റെ ഒരു സജഷൻ ഉണ്ടായിരുന്നു നെക്സാ ബ്ലൂ എന്ന് പറഞ്ഞു. ഓക്കെ. ഈ വീഡിയോ ഒക്കെ കാണും, ഈ കുഞ്ഞിരുന്ന് നോക്കിയായിരുന്നു വണ്ടി എടുക്കുന്നതിന് മുന്നേ ഈ വീഡിയോയുടെ റിവ്യൂ ഒക്കെ കാണും. അപ്പം അത് നോക്കി അവൻ പറഞ്ഞ ഈ കളർ കാണും. ഇത് നെക്സാ ബ്ലൂ അത് അവരുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു ഒന്ന് എലഗന്റ് കളറാണ്. ഇപ്പോൾ ഓൺ റോഡ് വന്നപ്പോഴത്തേക്ക് എത്രയായി? ഇത് ഓൺ റോഡ് ഏകദേശം 9,30,000 9,30,000 രൂപ. 9 സംതിങ്. എൻ്റെ ഇതിൻ്റെ തൊട്ട് താഴത്തെ വരുന്ന സീറ്റ ഓട്ടോമാറ്റിക് എടുത്തപ്പം 8,26 8,26. പക്ഷേ എനിക്ക് തോന്നുന്നത് അന്ന് 9,30 ആ റേഞ്ചിലായിരുന്നു, കുറച്ചുകൂടെ അടുത്തടുപ്പിച്ചുള്ള റേറ്റിലായിരുന്നു. ചെറിയ വ്യത്യാസം. ഇപ്പം ടാക്സിൻ്റെ ടോട്ടലി വ്യത്യാസം എല്ലാം വന്നതാണ്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ സർവീസ് കാര്യങ്ങളിൽ ഇതെല്ലാം ടോട്ടലി ഹാപ്പിയാണോ? പിന്നെ തീർച്ചയായിട്ടും. എവിടെ വന്നപ്പോഴത്തേക്ക്? ഞാൻ മല്ലപ്പള്ളിയിലെ ഷോറൂമിലാണ് ചെയ്യുന്നത്. ഷോറൂമിൽ തന്നെ. എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നോ? വാറണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ വേറെ എന്തെങ്കിലും ഫീച്ചർ വേണമായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ വണ്ടി അല്ലെ ആ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ പോലെ വയർലെസ് ചാർജർ ഉണ്ടായിരുന്നെങ്കിൽ പൊതുവെ ഇപ്പോഴത്തെ ഒരുപ്പെട്ട വണ്ടികളിലെല്ലാം ഉണ്ട്. പിന്നെ ബാക്കി ഓവറോള് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. അപ്പം കാണാം.